ഹബീബിന്റെ കൈ പിടിച്ചുയർത്തി നബി തങ്ങളോട് നടക്കാൻ പറഞ്ഞു. മുഹമ്മദേ നടക്ക്. അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിന്റെ മണലാരുണ്യത്തിലെ കുടുംബക്കാരുടെ സഹായം പ്രതീക്ഷിച്ച് കടന്നു വന്നതാണ്. സഹായിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ കടന്നു വന്നവരാണവർ. സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ കടന്നു വന്നവരാണ്. പക്ഷേ അവരാണ് കല്ലെറിയുന്നത്, അവരാണ് ആക്രമിക്കുന്നത്. നബി തങ്ങളോട് വീണ്ടും നടക്കാൻ പറഞ്ഞു. വീണ്ടും നബി തങ്ങളെ കല്ലെറിഞ്ഞപ്പോ നബി തങ്ങൾ മുടന്തി ഒരു മരത്തിന്റെ മറവിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ പർവ്വതങ്ങളെ കാക്കുന്ന പർവ്വതങ്ങളുടെ ഉത്തരവാദിത്തമുള്ള മാലാക്കമാര് കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിൽ വിശ്വസിക്കാൻ പറഞ്ഞതിന്റെ പേരിൽ ഇത്രയും നിഷ്ഠൂരമായി താങ്കളെ ആക്രമിച്ച ഈ സമുദായത്തെ, ഈ സമൂഹത്തെ, ഈ നാട്ടുകാരെ ഈ പർവ്വതത്തിന്റെ താഴെയിട്ട് ഞാൻ നശിപ്പിക്കട്ടെ. പർവ്വതങ്ങൾ അവരുടെ തലയുടെ മുകളിലിട്ട് ഞാൻ നശിപ്പിക്കട്ടെ. ഭൂമിയുടെ അടിയിലേക്ക് അവരെ താഴ്ത്തി ഞാൻ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന് ഓക്കേ എന്ന് പറഞ്ഞാൽ മതി. മൗനം സമ്മതമാണല്ലോ. നബി തങ്ങളൊന്ന് മിണ്ടാതിരുന്നാൽ മതി. നിമിഷ നേരം കൊണ്ട് തന്നെ ആക്രമിച്ച ആളുകളെ എല്ലാവരെയും നശിപ്പിച്ച് കളയാനുള്ള ഒരു കഴിവ് അല്ലാഹുവിന്റെ ഹബീബിനുണ്ടായിട്ട് നബി തങ്ങൾ അവിടെ നിന്ന് പറയുന്ന മറുപടി, അവര് നശിച്ചത് കൊണ്ട് എനിക്കെന്ത് നേട്ടമാണുള്ളത്? പർവ്വതത്തിന്റെ താഴെ അവരെ കൊണ്ടുപോയി പർവ്വതങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി അവരുടെ തലയിലേക്ക് പർവ്വതങ്ങൾ വലിച്ചെറിഞ്ഞ് അവരെല്ലാം ചതഞ്ഞ് മരിച്ചത് കൊണ്ട് എനിക്കെന്ത് നേട്ടമാണ് ലഭിക്കാനുള്ളത്? എങ്ങാനും ഒരുപാട് കാലശേഷം ഇവരിൽ നിന്നുള്ള ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതാണല്ലേ എനിക്കുത്തമം എന്ന് പറഞ്ഞവർക്ക് സമാധാനത്തിന്റെ സന്ദേശം നൽകിയ അള്ളാഹുവിന്റെ ഹബീബ് ആ സമയത്ത് ദുആഇനെ ഉപയോഗിച്ചില്ല. ബദറിന്റെ രണാങ്കണം നടക്കുകയാണ്. എല്ലാവരും യുദ്ധത്തിന് തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. സ്വഹാബാക്കളായ ആളുകൾ, എല്ലാ സ്വഹാബാക്കളും യുദ്ധത്തിന് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് തന്റെ വാള് മൂർച്ചയൂട്ടി യുദ്ധത്തിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വേണമെങ്കിൽ ദുആ ചെയ്യാം. അള്ളാഹുവേ, ഈ യുദ്ധത്തിൽ ഞങ്ങൾക്ക് വിജയം തരണേ അല്ലാ, നീ എനിക്ക് ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. ദുആ ചെയ്യുവീൻ, ഞാൻ ഉത്തരം നൽകാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥന നീ എനിക്ക് തന്നിട്ടുണ്ടല്ലോ അല്ലാ. ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഈ ബദർ യുദ്ധത്തിൽ ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ദുആ ചെയ്യാ. പക്ഷെ അള്ളാഹുവിന്റെ ഹബീബ് ആ സമയവും ഉപയോഗിച്ചില്ല. 313ഓളം ആളുകൾ, ആയിരക്കണക്കിന് സുസജ്ജരായ സൈന്യങ്ങളോട് വീറോടെ വാശിയോടെ പടപൊരുതി വിജയിച്ച വിജയം അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്ത് ചോദിച്ചു വാങ്ങിയതല്ല. അള്ളാഹുവിന്റെ ഹബീബ് ദുനിയാവിൽ പ്രതിസന്ധിയുണ്ടായി, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ദുആ ചെയ്യാതെ ഈ ദുആഇനെ എടുത്തു വെച്ചു. എവിടേക്കെന്നറിയോ? ചെറുപ്പക്കാരാ, ആർക്കോ വേണ്ടി ഒച്ച വെക്കുന്ന നമ്മള്, ആർക്കോ വേണ്ടി ശബ്ദിക്കുന്ന നമ്മള്, ആർക്കോ വേണ്ടി സമയം കളയുന്ന നമ്മള്, ആർക്കോ വേണ്ടി ഉറക്കൊഴിക്കുന്ന നമ്മള്, നിങ്ങളാണിത് ആലോചിക്കേണ്ടത്. എന്താണ് അവര് നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നത്? എന്നാൽ നമ്മൾക്കെല്ലാം ചെയ്തു തന്ന ഒരാളുണ്ട്, നമ്മളെ ഓർത്ത് കരഞ്ഞു പോയ ഒരാളുണ്ട്. മരണസമയത്ത് ഇന്നലിൽ മൗതില സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ സമീപത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, ഇന്ന് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കുണ്ട്, അല്ലാഹുവേ, എന്റെ ഉപ്പയുടെ വിഷമം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുകയാണ്, എന്റെ ഉപ്പയുടെ പ്രയാസം ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുകയാണ്. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറയാണ്, വാ ജദ്ദാ, എന്റെ ഉപ്പാപ്പ, എന്റെ വല്യുപ്പയുടെ വിഷമം ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രയാസം തോന്നുകയാണ്. എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുന്നത്, മരണത്തിന് അസഹനീയമായ വേദനയാണ് ആയിഷ, സഹിക്കാവുന്നതിലപ്പുറവും വേദനയുണ്ട് ആയിഷ, ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ ഉമ്മത്തി, മരണ സമയത്ത് വേദന അനുഭവിക്കുന്ന സമയത്ത് നബി തങ്ങൾ വിളിച്ചത് ഉമ്മത്തിനെയാണ്. തന്റെ സമുദായത്തിന്റെ കാര്യം റബ്ബിനോട് പറയാം. മരണസമയത്ത് വേദന എന്ന് പറഞ്ഞാലേ പ്രസവം മരണത്തിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. പ്രസവം പെണ്ണുങ്ങൾക്ക് പ്രസവ വേദന അറിയാം, ആണുങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോ
പ്രസവം മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞ പ്രസവ വേദന അസഹനീയമാണ്. അപ്പൊ മരണവേദന ആലോചിച്ചാൽ പോരെ. ആ സമയത്ത് പോലും നബി തങ്ങൾ പറയുന്നത്, ഉമ്മതീ, എന്റെ സമുദായത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ, എന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ എന്നെ തൃപ്തിപ്പെടുത്തേണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൂഫക്കാരായ ആളുകളോട് ചോദിക്കുന്നുണ്ട്, കൂഫക്കാരാ, നിങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും തൃപ്തിയുള്ള ആയത്ത് ഏതാണ്? പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന ആയത്ത് ഏതാണ്? അപ്പോഴാണ് കൂഫക്കാർ ഓതി കൊടുക്കുന്നത്, ഖുൽ യാ അയ്യുഹല്ലദീന അസ്റഫൂ قل يا أيها الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. തെറ്റുകൾ ഒരുപാട് ചെയ്ത്, തിന്മകളുടെ കൂമ്പാരങ്ങൾ ചെയ്ത്, ഒരുപാട് തെറ്റുകളിൽ മാത്രം മുഴുകി ജീവിച്ച ശരീരത്തോട് അതിക്രമം കാണിച്ച അടിമകളെ ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കു നബിയെ, യാ അയ്യുഹല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, വ്യഭിചാരത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അഡിക്റ്റായി കള്ളു കുടിച്ചു തോന്നിവാസം ചെയ്ത് കൊലപാതകം ചെയ്ത് ഫിത്നയുണ്ടാക്കി തിന്മ മാത്രം ചെയ്ത് നടക്കുന്ന ആളുകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവാൻ പാടില്ല. നിങ്ങൾ ഒരുപക്ഷേ ജീവിതത്തിൽ അറിയാതെ വ്യഭിചരിച്ചു പോയിട്ടുണ്ടാവാം, കള്ളു കുടിച്ചിട്ടുണ്ടാവാം, കൊലപാതകം നടത്തിയിട്ടുണ്ടാവാം, ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. എന്നാലും നിങ്ങൾ നിരാശരാവാൻ പാടില്ല. അല്ലാഹു പുറത്തു തരുമോ എന്ന ചിന്ത പോലും നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, എത്ര വലിയ പാപം ചെയ്താലും എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങളുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് ഒരു ആയത്തോതി കൂഫക്കാര് പറയാണ്. ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് ഇതാണ് അലി തങ്ങളെ. പ്രതീക്ഷ നൽകുന്ന ആയത്തല്ല. എന്താ പറഞ്ഞത്? തെറ്റൊരുപാട് ചെയ്ത മനുഷ്യന്മാരെ നിങ്ങൾ നിരാശരാവേണ്ട, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുമെന്ന്. ഇത് മനുഷ്യന്മാരല്ല, ഇത് പടച്ചോനാണ്. മനുഷ്യന്മാര് പുറത്തരൂല, അവര് പുറത്തു കൊടുക്കൂല. എന്താ തെറ്റ്? എന്തെങ്കിലും ചെറിയൊരു പിറ്റി കേസ്, നടന്നു പോകുമ്പോ വാഹനത്തിന്റെ ടയറിൽ നിന്ന് ചളി തെറിച്ചതാകാം വർഷങ്ങളോളം പിണക്കവുമായി നടക്കാൻ ഒരു കാരണം. അല്ലെങ്കിൽ അയൽവാസിയുടെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് ഓട് പൊട്ടിയതാകാം വർഷങ്ങളോളം പിണങ്ങി നിൽക്കാൻ കാരണം. അല്ലെങ്കിൽ ഉമ്മ മരിച്ചപ്പോ സമ്പത്ത് ഓഹരി വെച്ച് കൊടുക്കുന്ന സമയത്ത് 1000 രൂപ അനുജന് കുറഞ്ഞതാവാം വർഷങ്ങളോടും ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കാൻ കാരണം. മനുഷ്യൻ പുറത്തു കൊടുക്കൂല. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്, അല്ലാഹു പുറത്തു നൽകുന്നവനാണ്. യഗ്ഫിറുദ്ദുനൂബ ജമീഅ വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഈ പാപങ്ങൾ ആരാണ് പുറത്തു തരുന്നത്? അല്ലാഹു പുറത്തു തരും. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ നിരാശരാവേണ്ട. ഈ ആയത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് എന്ന് അലി തങ്ങളോട് കൂഫക്കാര് പറഞ്ഞപ്പോഴാണ് അലി തങ്ങൾ പറയുന്നത് അതല്ല, ആ ആയത്തല്ല, ഇതിനേക്കാളും പ്രതീക്ഷ നൽകുന്ന മറ്റൊരു ആയത്തുണ്ട്, ഞാൻ ഓതിത്തരട്ടെ. ഏതാണ് ആ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر. والضحى ഈ സൂറത്തിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതെന്താണ്? വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ. നബിയേ, എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനത് തരാം. നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ഇപ്പൊ ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന് പടച്ചോൻ വന്നിട്ട് പറഞ്ഞു. നിങ്ങൾ എന്താ പറയാ? പടച്ചോൻ എനിക്ക് നല്ലൊരു വീട് വേണം, നല്ലൊരു വണ്ടി വേണം, ഇങ്ങനെയൊക്കെ ഒരാൾ പറയാ. പിള്ളമാരാണെങ്കിൽ നല്ലൊരു ആപ്പിൾ 7 വേണം, അല്ലേ?
ആ പ്ലേറ്റ് ഇറങ്ങിയാൽ അത് ഇറങ്ങിയ ദിവസം തന്നെ കിട്ടാൻ വല്ല വഴി ഉണ്ടെങ്കിൽ അത് വേണമെന്ന് പറയാം. ചെറുപ്പക്കാർ കുറച്ചും കൂടി പക്വതെത്തിയ ഒരു ബുള്ളറ്റൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുക. അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയാണ്, വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നിങ്ങൾക്ക് എന്താണോ നബിയെ വേണ്ടത് ഞാനത് തരാം. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അല്ലാഹു താങ്കൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകും നബിയെ. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഇദല്ലാ അർലാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. അല്ലാഹുവേ, നീ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് തൃപ്തിയാകുന്ന കാര്യം വരെ എനിക്ക് എന്താണോ തൃപ്തിയുള്ളത് അത് തരാമെന്നല്ലേ നീ പറഞ്ഞത്. എന്നാൽ എനിക്ക് ഏറ്റവും തൃപ്തിയും സന്തോഷവും നൽകുന്നത് എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളും നരകത്തിൽ കിടക്കാൻ പാടില്ല. ഇനി ആലോചിക്ക് ചെറുപ്പക്കാരാ, വേണോ വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ടുള്ള വാഗ്വാദങ്ങൾ വാട്സപ്പിൽ വേണോ? ആലോചിക്ക്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിക്കും വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ സംവാദങ്ങൾ നടത്തണോ? സത്യത്തിൽ ഇവർക്ക് നമ്മളെ അറിയോ? അവർ നമ്മളെ കണ്ടിട്ടുണ്ടോ? ഇനി കണ്ടാൽ മെയിൻ ചെയ്യോ ഉണ്ടോ? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാം. വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കരുത്. നിങ്ങൾ കളി കാണുന്നതോ അതിന്റെ സ്കോർ അറിയുന്നതോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള വാഗ്വാദം അത് വിഡ്ഢിത്തരമാണ്. ബുദ്ധിയില്ലാത്ത വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ കൂട്ടരെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയാം. ഒരു മടിയില്ല വിഷയത്തിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കളി കാണുന്നതോ അല്ലെങ്കിൽ സ്കോർ അറിയുന്നതോ വാർത്ത വായിക്കുന്നതോ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ വിഡ്ഢികളെ കുറിച്ചാണ്. കളി കഴിഞ്ഞു, അവർ പൈസ വാങ്ങിപ്പോയി, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ സംവാദം നടത്തിയില്ലാത്ത സമയം കളയുന്നത്. ആ സമയത്ത് ഈ നമ്മെ ഓർത്ത് കരഞ്ഞ ഹബീബിനൊരു സലാത്ത് ചൊല്ലിയാൽ അതായിരിക്കും നാളെ ആഖിറത്തിൽ ഏറ്റവും ഉപകാരം ഉണ്ടാവുക. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിനോട് പറയാണ്, ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും നരകത്തിൽ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. സമുദായം എന്ന് പറഞ്ഞ നബിത്തങ്ങളുടെ കാലം മുതൽ അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെയുള്ള എന്റെ സമുദായത്തിലെ ഒരാളും നരകത്തിൽ കിടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നബിത്തങ്ങൾ അല്ലാഹു പറഞ്ഞു, ഞാനത് തരാം.